തന്നെ ഉദ്ദേശിച്ചത്. നീയാണ് ഞങ്ങളുടെ നോട്ടപ്പുള്ളി കേട്ടോ. എന്റെയും ഞാനൊക്കെ ഒന്ന് പോലീസ് ആവണായിരുന്നു. ഇപ്പൊ ചിരിച്ചു കാണിച്ചോട്ടോ. ഇപ്പൊ നമുക്ക് ചിരിച്ചു മയക്കുമായിരുന്നു. നേരത്തെ എന്തായിരുന്നു? ഞാനൊന്ന് പോലീസ് ആവട്ടെ. വളരെയധികം ഒരു സൂപ്പർ ഹിറ്റുകളുടെ ഒരു ഡയറക്ടർ തന്നെയാണ്. സൂപ്പർ ഹിറ്റുകൾ മാത്രം നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ടറാണ്. വളരെയധികം സന്തോഷം സർ. താങ്ക് യു സോ മച്ച്. നമുക്ക് അപ്പോൾ ഇത്രയും അധികം സമയം സാറിനെ കൊണ്ട് വലിയ ഡയറക്ടർ കുട്ടികളെയും എന്നെയൊക്കെ സഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല, എനിക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടികളായിട്ടുള്ള അവരുടെ കളികൾ എത്ര കണ്ടാലും ബോറടിക്കില്ല. ഞാൻ എൻജോയ് തന്നെയായിരുന്നു. നമ്മുടെ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് കുട്ടിപ്പട്ടാളത്തിന്റെ പ്രേക്ഷകരോട് ചേർന്ന് എന്താണ് പറയുന്നത്? ഇത് വളരെ കുട്ടികളെ കാണാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അവരുടെ സംസാരം, അവരുടെ കൊഞ്ചല കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുക, കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ ഓരോ ആക്ടിനും ഓരോ കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ അവർക്ക് പറയാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, കുട്ടികളെ മനസ്സിലാക്കുക, അവരെ ശ്രമിക്കുക. ഇവിടുത്തെ എക്സ്പീരിയൻസ്, എൻ്റെ പേരെന്താ ധന്യ അനന്യ എന്ന് ചോദിച്ചായിരുന്നു. അനന്യ എന്ന് പറയുമ്പോൾ വീട്ടിലൊരു വാവയുണ്ട്. അപ്പോൾ അങ്ങനെ ധന്യ അനന്യ എന്ന് വാവ തന്നെ എഴുതി സ്റ്റാർട്ട് ചെയ്തൊരു സാധനം. അതെ. അപ്പോൾ ഞാൻ അതിന് ധന്യ അനന്യാന്ന് ആക്കിയതാണ്. അപ്പം വീട്ടിൽ ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും എനിക്കൊപ്പമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് ഇവരൊക്കെ കാണുമ്പം ഭയങ്കര രസമായിട്ടുണ്ട്. ഏറ്റവും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഗ്യാങ് ആയത്. അപ്പോൾ സന്തോഷമുണ്ട്. ഒരു പോസിറ്റീവ് വൈബാണ് പിള്ളേരുടെ കൂടെ നിൽക്കുമ്പോൾ. അല്ല, സുബി ചെറുപ്പമായിട്ട് സുബിയുടെ